ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കറിൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു കുക്കർ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അധികം ഉള്ളിയൊന്നും വഴറ്റിയെടുക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഡ്യൂട്ടിക്കൊക്കെ പോണവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് വലിയ ജീരകം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം കൂടെ ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു പീസ് പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ മസാലകളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാല ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ മസാല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വലിയ സവാള സ്ലൈസ് ചെയ്തതാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം എടുക്കാം. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ 1/4 വെള്ളം അല്ലെങ്കിൽ ഒരു ഹാഫ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് കേട്ടോ ഇതിന് വേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി ആവും. അപ്പോൾ 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെച്ചിട്ട് കുക്കർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ദാ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കരിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയൊന്നും പൊട്ടിപ്പോവാതെ തന്നെ അതേപോലെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഈ ഒരു പരുവത്തിന് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചിട്ട് നല്ല റോസ്റ്റാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് റോസ്റ്റ് ആണിത്. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.